एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല രുചികരമായിട്ടുള്ള ഒരു പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത്, കോട്ടപ്പം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരു 250 ഗ്രാം ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ ചിരകിയത് വേണം. അത് ഒരു ചെറിയൊരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 200 ഗ്രാം ശർക്കര വേണം. ഇത് നന്നായിട്ട് ഉരുക്കി അരിച്ച് ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 3 പാളയംകോടൻ പഴം വേണം. 5 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പ്ലാവിലയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പ്ലാവില എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പഴമൊക്കെ ഒന്ന് അരച്ചെടുക്കണം. പഴവും ശർക്കര പാനിയും ഏലക്കയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പകുതി ശർക്കര പാനിയാണ് ചേർത്ത് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പഴവും ശർക്കര പാനിയും ഏലക്കയും നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാവിലേക്ക് ചേർക്കാം. ഒപ്പം തന്നെ നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയും കൂടെ ചേർക്കാം. അപ്പോൾ മാവ് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ പ്ലാവിലയൊന്ന് കോട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇതേ രീതിയിലൊന്ന് കോട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാവിലകളെല്ലാം കോട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം, ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള കോട്ടപ്പം തയ്യാറായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പണ്ടുള്ള ആൾക്കാരൊക്കെ തയ്യാറാക്കിയിരുന്ന ഒത്തിരി നൊസ്റ്റാൾജിയ ഉണർത്തുന്ന പലഹാരമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ പുതിയതായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.